ഒന്ന് ക്ലയൻസ് എല്ലാം വരുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനാണെന്ന് കരുതുന്നു. രണ്ടാമതൊരു കാര്യം, കുറേ അങ്ങനെ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ അതങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്യുന്നൊരു പണിയാണ് കൗൺസിലിംഗ് എന്ന് കരുതുന്നു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? പലപ്പോഴും ആളുകൾ വരുന്നത് പ്രോബ്ലം പരിഹരിക്കാനൊന്നും ആവില്ല. അവർക്ക് ശരിയാണ്, അവർ വിചാരിക്കുന്നുണ്ട് അതുണ്ട് എന്നൊക്കെ. ശരിക്കും അവരോട് വെറുതെ നമ്മൾ ചോദിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ തന്നെ അല്ലേ വരണം വെച്ചാൽ അതേന്നും പറയും. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. പലപ്പോഴും സൈക്കോളജിസ്റ്റ് ക്ലൈന്റ് എന്നൊക്കെ പറയുന്നത് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നവരൊന്നും അല്ലല്ലോ, മനുഷ്യരാണല്ലോ. രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ ഡയമെൻഷൻസും ഇതിലും ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനും കടന്നിട്ടുള്ള ഒരു ഡയമെൻഷനും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ. അങ്ങനെ ക്ലൈന്റ് പലപ്പോഴും പറയുന്നത് തൻ്റെ ലൈഫ് ഇങ്ങനെയാവുന്നതിന് താൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കാനും കഷ്ടപ്പെടാനൊക്കെ കാരണം തൻ്റെ ലൈഫിൽ ഇത്തത്തെ അനുഭവങ്ങളും എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ ആളുകളുടെ ഇടപെടലുകളുമാണെന്ന് ക്ലൈൻറ്റ് ഇങ്ങനെ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതിലെന്താ ശരിക്കും ഇതിൽ നടക്കുന്നത്? എന്താണ് ഒരാളെ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് തടയുന്നത്, ഒരു ഓപ്ഷൻസ് കണ്ടെത്തുന്നതെന്ന് തടയുന്നത്? മുൻകാല ഇമോഷൻസ് അല്ലെങ്കിൽ മുൻകാല മോശം അനുഭവങ്ങൾ പലതും. മുൻകാല മോശം അനുഭവം എന്ന് പറയുന്നത് പോലും ഇമോഷൻസാണ് പ്രശ്നം. തീർച്ചയായും ഈ ഇമോഷൻസ് വല്ലാണ്ട് മുമ്പിലേക്ക് വരുമ്പോൾ പിന്നെ അവിടെ നമ്മളെ ഈ ചിന്തിക്കുന്ന രീതിയൊക്കെ മാറും, ലോജിക്കൽ തിങ്കിങ് ഒക്കെ മാറും. അപ്പോൾ ഈ ഇമോഷൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോയാൽ അവരെല്ലാം അതിൽ ഡീസെൻസിറ്റൈസ്ഡ് ആവും. തീർച്ചയായിട്ടും പുതിയ ഓപ്ഷൻസ് കണ്ടെത്താൻ കഴിയും. അതെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ്, സൈക്കോളജിസ്റ്റാണ്. നമ്മളിന്ന് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് മാനസികാരോഗ്യ മേഖലയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ഈ സൈക്കോളജിസ്റ്റുമാർ പ്രാക്ടീസ് ചെയ്യുന്ന മേഖലയെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. എന്നീ വിഷയങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ 34 വർഷമായിട്ട് ഈ മേഖലയിൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ നാരായണനാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. സർ, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി മേഖലയിൽ പൊതുവെ കണ്ടുവരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ്. അത് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, എൻ്റെ സ്ഥാപനത്തിൽ ഇൻറ്റേൺഷിപ്പിന് കുട്ടികൾ വരുന്നുണ്ട്. PG സൈക്കോളജി, ഡിഗ്രി സൈക്കോളജി അല്ലെങ്കിൽ PG കഴിഞ്ഞ ആളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് സൈക്കോളജിസ്റ്റ് ആവണം, പ്രാക്ടീസ് ചെയ്യണം. ഒരുപക്ഷെ അവർ സൈക്കോളജി പഠിക്കുന്ന കാലം മുതൽ തന്നെ ആൾക്കാർ ചോദിക്കും, ഉപദേശങ്ങളും നിങ്ങൾ സൈക്കോളജിയിൽ പഠിക്കുന്നതിനെ സഹായിക്കുക എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ അവർക്ക് പലപ്പോഴും അത് പറ്റാറില്ല, നന്നായി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ അവരുടെ കുറേ സംശയങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ പൊതുവെ അവരെന്നോട് പറയാനുള്ളൊരു കാര്യം, അവർ കരുതിയിരിക്കുന്നത് ഒരു ക്ലൈൻറ്റ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വരുന്നത് അവർക്കൊരു സ്പെസിഫിക് പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം തീർക്കാനാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ആ പ്രോബ്ലം തീർക്കാൻ വരുന്നത് കൊണ്ട് തന്നെ കോമൺ ആയിട്ട് കുറേ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലങ്ങളെ കുറിച്ചൊക്കെ ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ അടുത്ത് അങ്ങനത്തെ ക്ലയൻസ് വന്നാൽ നമുക്ക് അവരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും, ഉപദേശങ്ങളോ കാര്യങ്ങളോ കുറിച്ച് സഹായിക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് പ്രോബ്ലം അവർ പറയും, ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഉറക്കക്കുറവായിട്ടാണ് ഒരു ക്ലയൻറ്റ് വരുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സ് കൂടി പഠിപ്പിക്കുക, അങ്ങനത്തെ ചില സാധനങ്ങൾ. ഇപ്പോൾ ഒരു തടി കുറയ്ക്കാൻ ആൾ വരികയാണെങ്കിൽ ജിമ്മിന് പറഞ്ഞയക്കുക, വ്യായാമം ചെയ്യാൻ പറയുക. ഒരാൾ പഠിക്കാൻ പുറകിലാണെങ്കിൽ രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാൻ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് വരുന്നത്. ഒന്ന്, ക്ലയൻസ് എല്ലാം വരുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനാണെന്ന് കരുതുന്നു. രണ്ടാമതൊരു കാര്യം, കുറേ അങ്ങനെ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ അതങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്യുന്നൊരു പണിയാണ് കൗൺസിലിംഗ് എന്ന് കരുതുന്നു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, കുറേ റെഡിമെയ്ഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാർ ഫേസ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക, അതിനൊക്കെ കുറേ റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ അതിനെ അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രശ്നം അങ്ങോട്ട് തീരും എന്ന രീതിയിൽ ഇതിനെ സമീപിക്കണം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നതിലുള്ളൊരു പ്രശ്നം, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഒരു 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 സിറ്റുവേഷൻ അതുപോലെ ആയിരിക്കില്ല വേറൊരാൾ അനുഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെയല്ല മനുഷ്യനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഓരോ മനുഷ്യനും യുണീക്കാണ്. ഒരാൾ ഉറക്കം വരുന്നില്ലെങ്കിൽ അയാൾക്ക് അയാളുടേതായ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉറക്കം വരാത്തത്, വേറൊരു മനുഷ്യന് ഉറക്കം വരാത്തത് വേറെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഈ റെഡിമെയ്ഡ് സൊല്യൂഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലായ്പ്പോഴും വർക്ക് ചെയ്യില്ല എന്നൊന്നുമല്ല, ചിലപ്പോൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഈ പ്രോബ്ലം കേൾക്കുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകും ആസ് എ സൈക്കോളജിസ്റ്റ്. ഓക്കെ. നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മീൻസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ
പഠിക്കാത്തൊരു കുട്ടി അല്ലെങ്കിൽ പഠനത്തിൽ പിറകോട്ട് നിൽക്കുന്ന ഒരു കുട്ടി, അപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കാൻ പറയുക, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ പഠിക്കാൻ പറയുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അങ്ങോട്ട് പോകും. പലപ്പോഴും അതിൻ്റെ തുടർച്ചയായിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ പോലും പോകും. നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതാണ് ഒന്ന്. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മനുഷ്യനും യൂണീക്കാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രമാണ്, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ആളുകൾ വരുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം പരിഹരിക്കാനൊന്നുമല്ല. സാർ അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അതായത് ഈ ഓരോരുത്തർക്കും പലപ്പോഴും ആളുകൾ വരുന്നത് പ്രോബ്ലം പരിഹരിക്കാനൊന്നും ആവില്ല. അവർക്ക് ശരിയാണ്, അവർ വിചാരിക്കുന്നുണ്ട് അതുണ്ട് എന്നൊക്കെ. ശരിക്കും അവരോട് വെറുതെ നമ്മൾ ചോദിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ തന്നെ അല്ലേ വരണം വെച്ചാൽ അതേന്നും പറയും. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. പലപ്പോഴും ആളുകളുടെ ആവശ്യം എന്നെ ഒന്ന് കേൾക്കുക എന്നായിരിക്കും. അപ്പം ചിലപ്പോൾ നമുക്കൊരാളെ കേൾക്കാൻ പറ്റിയാൽ തന്നെ മതി. ഒരാളെ നമ്മൾ മുൻവിധികളൊന്നുമില്ലാതെ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റണമെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലുള്ളതിലേക്ക് പോയാൽ നമ്മൾ ഈ ആൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ള എന്താ അതിൻ്റെ പരിഹാരമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉറക്കം വരുന്നില്ല, ശരി, ഉറക്കം വരുന്നില്ലെങ്കിൽ സ്ലീപ്പ് ഹൈജീൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ബാക്കി നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല പിന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊസിഷനിൽ എത്തിയാൽ നമ്മളുടെ ശ്രദ്ധക്കുറവ്, നമ്മൾ ഈ പിന്നീട് ഈ ആളെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോവില്ലേ. അപ്പോൾ നോക്കൂ, നമ്മളൊരു പൊസിഷൻ എടുക്കല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം പൊസിഷൻ എടുക്കൽ ഒരു ഇഫക്റ്റീവ് കൗൺസിലിങ്ങിന് സഹായകരമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഒരു മുൻവിധി ഇല്ലാതെ, ഈ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മനുഷ്യനാണ്, ആ ആള് പറയുന്നത് നമുക്ക് ഒരു മുൻവിധി ഇല്ലാതെ ജഡ്ജ്മെൻ്റൽ ആവാതെ നമ്മളുടേതായ യാതൊരു നിർബന്ധങ്ങളും ഇല്ലാതെ കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കേൾക്കൽ തന്നെ മറ്റേ ആൾക്ക് ചിലപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായി എന്ന് വരാം. തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നം പരിഹരിക്കാനാണ് വരണത് എന്നുള്ളത് പോലും പലപ്പോഴും മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. അവരങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ തന്നെ വരണം, അങ്ങനെയല്ല എന്നല്ല കേട്ടോ. അപ്പോൾ പുതിയ ഈ ഫീൽഡിലേക്ക് വരുന്നവരോട് നമുക്കൊരു പക്ഷേ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ല, അവർ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഒരാൾ വരുന്നത് അവരെ ഒന്ന് കേൾക്കാനായിട്ടായിരിക്കും. തീർച്ചയായിട്ടും. അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഒരു പ്രോബ്ലം പറയണമെന്നേ ഉണ്ടാവുള്ളൂ. ആ പ്രോബ്ലത്തിൻ്റെ പരിഹാരം പലപ്പോഴും അവർക്ക് തന്നെ അറിയുന്നത് പോലും ആയിരിക്കും. അതെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്യാതെ, ഒരാൾ പറയുന്ന പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാതെ ഈ വ്യക്തിയെ ഫോക്കസ് ചെയ്യുക. തീർച്ചയായും. വ്യക്തിയെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ആളുടെ സവിശേഷമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതെ, അത്തരം കാര്യങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് പോയാലാണ് കുറച്ചും കൂടി ഫലപ്രദമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, അതിൽ ഇപ്പം സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് കേൾക്കാൻ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ, കേൾക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വരുന്നവരായിരിക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു ക്ലയൻറ്റ് ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുത്തു, അതുമായി മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ അത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ വരുന്നത് പോലെ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തൻ്റെ ഭാഗം വിശദീകരിക്കുമ്പോൾ അത് അതേ ലെവലിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറ്റപ്പെടുത്താതെ മനസ്സിലാക്കാൻ വരുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എനിക്കിതിൽ തോന്നിയൊരു കാര്യം, അത് വളരെയധികം ജനറലൈസ് ചെയ്യണമെന്ന് അറിയില്ല, സാധാരണ മനുഷ്യന്മാർ നമ്മുടെ റിലേഷൻഷിപ്സിൽ നമ്മൾ വെർബലി ഓർ നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കാര്യങ്ങളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവർ നമ്മളെ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവരെ നിർത്താനും അല്ലേ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മളുടെ അവരുടെ സഹായം ചോദിക്കാനും അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനും, അങ്ങനെ പല കാര്യങ്ങൾക്കുമാണല്ലോ നമ്മളൊരു സംസാരിക്കുന്നത് തന്നെ. അപ്പം അതേപോലത്തെ കാര്യങ്ങൾ ഒരു ക്ലയൻറ്റ് സൈക്കോളജിസ്റ്റിനെ കാണാൻ വരുമ്പോൾ സംഭവിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഈ സൈക്കോളജിസ്റ്റ് ക്ലൈന്റ് എന്നൊക്കെ പറയുന്നത് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നവരൊന്നും അല്ലല്ലോ, മനുഷ്യരാണല്ലോ. രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ ഡയമെൻഷൻസും ഇതിലും ഉണ്ടാവും. തീർച്ചയായിട്ടും. അതിനും കടന്നിട്ടുള്ള ഒരു ഡയമെൻഷനും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈക്കോളജിസ്റ്റ് എന്ന രീതി. കാരണം അതായത് ഈ മനുഷ്യനെ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും ഇയാളെ ഒന്ന് കേൾക്കാനായിരിക്കും. അതെ. ആ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അയാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകണ്ട. മറ്റു പലതിലും കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം പലപ്പോഴും സംഭവിക്കാത്തത്? ഇപ്പോൾ പറഞ്ഞില്ലേ, മനസ്സിലായി, ഞാൻ ചെയ്തൊരു കാര്യം
അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം മറ്റേ ആളെ എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ആളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് തന്നെ എവിടുന്ന? പലപ്പോഴും നമ്മളുടെ ദൈനംദിന വ്യവഹാരങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കൽ നടക്കണില്ല. തീർച്ചയായിട്ടും ലിസണിങ് നടക്കുന്നില്ല, ശ്രദ്ധിക്കൽ നടക്കണില്ല. കേൾക്കുന്നുണ്ടാവാം അല്ലേ? അപ്പം ഇവിടെ സംഭവിക്കേണ്ടത് ഈ മനുഷ്യനെ ജഡ്ജ്മെൻ്റൽ അല്ലാതെ ഈ ആളിപ്പോൾ പറയുന്ന എല്ലാ കാര്യത്തിനെയും കേൾക്കുക, അയാളുടെ ഇമോഷൻസിനെ, ഫീലിങ്ങിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവരെ കേട്ടു എന്ന് ബോധ്യം വരും. കേട്ട് കഴിയുമ്പോൾ എന്തുണ്ടാവും? അവർക്കൊരു സമാധാനം ഉണ്ടാവും. പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിറ്റുവേഷനിൽ എടുത്ത തീരുമാനത്തിനെ വാലിഡേറ്റ് ചെയ്യാനാണ്, അതും സംഭവിക്കും. നമുക്ക് ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ അയാൾക്ക് പറ്റാവുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് എടുക്കുക. ആ സമയത്ത് അത് ശരിയായിരുന്നു, ഇന്നത് ശരിയല്ലായിരിക്കാം, ശരിയായിരിക്കാം. ഇപ്പൊ ഈ ആൾ തന്നെ ഈ തീരുമാനം എടുത്ത ഞാൻ തന്നെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും, ഞാൻ അന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇതിനു വേണ്ടിയും വരാൻ ചിലപ്പോൾ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക, അന്ന് ചെയ്തത് ശരിയായില്ല. അപ്പോൾ എപ്പോഴും അന്നെടുത്ത ആ ഒരു ഗിവൺ സിറ്റുവേഷനിൽ അതേ ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇത് പലപ്പോഴും ബോധ്യപ്പെടുത്തലും അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കലും ഒക്കെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിൽ അത് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയത് ചുറ്റുള്ള ആളുകൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളാണ്, ലൈക്ക് ആ സിറ്റുവേഷനിൽ അയാൾ ഇങ്ങനെ പെരുമാറി, എൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങനെ പെരുമാറി, എൻ്റെ ടീച്ചർ ഇങ്ങനെ പെരുമാറി. അപ്പോൾ ക്ലയൻറ്റ് പലപ്പോഴും പറയുന്നത് തൻ്റെ ലൈഫ് ഇങ്ങനെയാവുന്നതിന് താൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കാനും കഷ്ടപ്പെടാനൊക്കെ കാരണം തൻ്റെ ലൈഫിൽ ഇത്തത്തെ അനുഭവങ്ങളും എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ ആളുകളുടെ ഇടപെടലുകളുമാണെന്ന് ക്ലയൻറ്റ് ഇങ്ങനെ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ ശരിക്കും ഇതിൽ നടക്കുന്നതാണ് കരുതുന്നത്? ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഏരിയയാണ്. പലപ്പോഴും ഈ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്നവരും അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഇത്തരം വിശ്വാസങ്ങളെ, ഇത്തരം ചിന്തകൾക്കൊക്കെ റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോൾ നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, നിങ്ങളുടെ കുട്ടിക്കാലത്തെ അനുഭവം കൊണ്ടാണ് എന്ന രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്ത് ഒരു പക്ഷേ ശരിയായിരിക്കാം, അത് കാരണമായിരിക്കാം, തിയററ്റിക്കലി ഇവർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. തീർച്ചയായിട്ടും. പക്ഷേ ഇത് പലപ്പോഴും ക്ലയൻറ്റിൽ കൗൺസിലിൽ എല്ലാ സിറ്റുവേഷനിലും അത് ഗുണകരമായിക്കൊള്ളുന്നില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, തൻ്റെതായ പെരുമാറ്റങ്ങൾക്ക്, തൻ്റെതായ തീരുമാനങ്ങൾക്ക് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കാത്തൊരവസ്ഥയാണ്. സിറ്റുവേഷനൊക്കെ അതായിരുന്നു, ശരിയാണ്, അത് അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പോയിട്ട് നിങ്ങൾക്ക് അത് മാറ്റാനൊന്നും പറ്റില്ല. സോ ഇപ്പം എന്താ വേണ്ടത്? അതായത് നമ്മളിപ്പോൾ ഒരു ഇന്നത്തെ എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഹിയർ ആൻഡ് നൗ, ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇനി എന്താണ് വേണ്ടത്, ആ തീരുമാനം എടുക്കലാണ് ഈ ഫീലിങ്ങിനും ഈ കാര്യങ്ങൾക്കൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി എടുക്കൽ. മറ്റേത് എന്താ ഉണ്ടാവണത്? ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറാനായിട്ടുള്ള ശ്രമം നടത്താതെ എന്ന് പറഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തല്ല. തീർച്ചയായിട്ടും. ഇയാളിത് പറയുമ്പോഴൊക്കെ സംഭവിക്കണം എന്താ, എൻ്റെ കുട്ടിക്കാലം, മറ്റുള്ളവരെ, മറിച്ചവരെ. അപ്പോൾ ഈ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ സിറ്റുവേഷന് കാരണമായ കാര്യങ്ങളെ ഒക്കെ എക്സ്റ്റേണലൈസ് ചെയ്യാണ്, ഇന്റേണലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. ഇതിൽ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ലെങ്കിൽ പറ്റില്ല. സോ ഇപ്പം ഇനി എന്ത് വേണം? ഇതും പറഞ്ഞിരിക്കണം, ഇതിൽ മാറ്റം ഉണ്ടാവണോ, ഈ മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് സംഭവിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ എക്സ്പ്ലോറേഷനിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും, പക്ഷെ അതിനെ ഒന്നും റീഇൻഫോഴ്സ് ചെയ്യാനല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇതിൽ സംഭവിക്കണമെന്നാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്തല്ലോ, ഇത് കേട്ടിരിക്കുന്ന ഒരു സൈക്കോളജി പഠിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ള ആളോ നേരെടുക്കുന്നത്, എനിക്കൊരാശങ്ക എടുക്കുന്നത് ക്ലയൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പ്രോബ്ലങ്ങളിലേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള നേരിട്ട് അതിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നൊരു ഭയം. എന്താ അങ്ങനെ ചോദിക്കാൻ, കാരണം ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ചതൊന്നും അവരനുഭവിച്ച വിഷമങ്ങളെയും കാര്യങ്ങളെയും നമ്മൾ ഇപ്പുറത്ത് അയാളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഡിസ്കൗണ്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ പ്രശ്നം നിങ്ങളാണ് തീർക്കേണ്ടതെന്നൊരു അപകടം ഉണ്ടാവൂ, അങ്ങനത്തെ ഒരു അങ്ങനെയല്ല. അത് ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു ധ്വനി വന്നിട്ടുണ്ടോന്ന് അറിയില്ല, അതല്ല അത് ഉദ്ദേശിക്കുന്നത്. ഒരു കഴിഞ്ഞ കാല സിറ്റുവേഷനിൽ അതിനോടുള്ള റെസ്പോൺസ് അന്നത്തെ കുട്ടിയുടെ ആയിരുന്നു. തീർച്ചയായിട്ടും.
ഇന്നത്തെ ഹിയർ ആൻഡ് നൗവിൽ നിന്നുകൊണ്ട് അതേപോലെ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ. ആ റെസ്പോൺസിനെ അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. അതവിടെ മാറ്റാൻ പറ്റില്ല എന്നാണ് ഞാൻ. ആ ഒരു അനുഭവത്തെ മാറ്റാൻ സാധ്യമല്ല, പക്ഷെ അതിനുള്ള റെസ്പോൺസിനെ മാറാൻ പറ്റും. നോക്കൂ, അന്നത്തെ 3 വയസ്സുള്ള 5 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടിയായിട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്തോളണം നിർബന്ധമൊന്നുമില്ല. അയാൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ പറ്റും. അവിടെയാണ് കൗൺസിലിങ്ങിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ഒരു വാക്കിൻ്റെ ഇടയിൽ പറഞ്ഞത്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ചൈൽഡ്ഹുഡിനെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും, ആവശ്യമാണെങ്കിൽ. എല്ലാറ്റിലും അല്ലാട്ടോ. അങ്ങനെ എന്തൊക്കെ സിറ്റുവേഷനെയാണോ അതിനൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഈ സിറ്റുവേഷനിലൊക്കെ ഇന്ന് നിങ്ങൾ ഈ സിറ്റുവേഷനോട് ഈ സംഭവം എന്ന് പറയുന്നത് ശരിയല്ല, സിറ്റുവേഷൻ എന്ന് പറയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആസ് ആൻ അഡൾട്ട്, ഒരു അഡൾട്ട് എന്ന രീതിയിൽ. TLത്തെ അഡൾട്ടും കൂടി ഉണ്ട്. അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് TL പറയുന്നത് ഹിയർ ആൻഡ് നൗ, ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട്. ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ആളാന്ന് വെച്ചോളൂ. ഈ 30 വയസ്സുള്ള നിങ്ങൾ ഇതിനെ ഇപ്പോഴെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ആ പ്രതികരണത്തിനെ അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും റെസ്പോൺസിനെ അപ്ഡേറ്റ് ചെയ്യാം. ആക്ച്വലി ഈ റെസ്പോൺസ് അല്ലേ പ്രശ്നം ഉണ്ടാക്കണേ? തീർച്ചയായിട്ടും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ റെസ്പോൺസ് അല്ലേ? അതെ. അതൊന്ന്. രണ്ടാമത്തേത്, എല്ലാറ്റിനും നിങ്ങൾ ഉത്തരവാദി എന്നൊന്നുമല്ല പറയുന്നത്. ഇവിടെ സിറ്റുവേഷൻസ് ആണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റും, ഏതൊക്കെ സിറ്റുവേഷൻസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മളുടെ റെസ്പോൺസിൽ മാറ്റം വരുത്താൻ പറ്റും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്ലയന്റാണ് റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ മാറിയാൽ മതി എന്ന് പറയലല്ല, അതൊരു ഒറ്റ വാക്ക് പറയലല്ല. ഒരുപാട് പ്രോസസ്സിന് ശേഷം സംഭവിക്കേണ്ടത് ഇതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുന്നു, ആ ക്ലയൻറ്റിനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുന്നു, റാപ്പോ കാര്യങ്ങൾ ഉണ്ടാകുന്നു, ആ ക്ലയൻറ്റ് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, അതിൽ ഇമോഷൻസും കണ്ടന്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനൊക്കെ ശേഷം ഇപ്പോൾ നമ്മൾ ഹ്യൂമനിസ്റ്റിക് കൗൺസിലിംഗിൽ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞൊരു സമയത്ത് നടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് അന്നത്തെ സിറ്റുവേഷനിൽ അന്നത്തെ കുട്ടി ഇങ്ങനെയാണ് പ്രതികരിച്ചത്, ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് ഇതിനോട്, ഇന്നത്തെ അഡൾട്ടിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് അവർക്ക് ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. ഹ്യൂമനിസ്റ്റിക് കൗൺസിലിംഗ് സംഭവിക്കുന്നത് എന്താണ്, ദർ ആർ സോ മെനി ഓപ്ഷൻസ്. ഇതിലത്തെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് കൗൺസിലിക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഇതുവരെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതെ. അവർ വിചാരിക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും. അവിടെ നമുക്ക് ഓപ്ഷൻസ് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ ഈ മാറ്റം എന്ന വാക്കൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഈ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്നൊരു ഒരു അതിലൊരു ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ ആ ക്ലയൻറ്റ് ഒരുപക്ഷെ ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം അവർക്ക് ഒരു മുന്നോട്ട് പോകണം, ഞാൻ ഇത് സിറ്റുവേഷൻ എങ്ങനെയാണ്, എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലോ പഴയ കാര്യങ്ങളിലോ വ്യത്യാസങ്ങളൊന്നും വരുത്താൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാൽ സ്റ്റെപ്പായിട്ട് അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറാം, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യുക. പലപ്പോഴും എന്താണ് ഒരാളെ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് തടയുന്നത്, ഒരു ഓപ്ഷൻസ് കണ്ടെത്തുന്നതിന് തടയുന്നത് മുൻകാല മോശ അനുഭവം എന്ന് പറയുന്നത് പോലും ഇമോഷൻസാ പ്രശ്നം. തീർച്ചയായിട്ടും. ഈ ഇമോഷൻസ് വല്ലാണ്ട് മുമ്പിലേക്ക് വരുമ്പോൾ പിന്നെ അവിടെ നമ്മളെ ഈ ചിന്തിക്കുന്ന രീതിയൊക്കെ മാറും, ലോജിക്കൽ തിങ്കിങ് ഒക്കെ മാറും. അപ്പോൾ ഈ ഇമോഷൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോയാൽ അവരെല്ലാം അതിൽ ഡീസെൻസിറ്റൈസ്ഡ് ആകുമ്പോൾ പുതിയ പുതിയ ഓപ്ഷൻസ് കണ്ടെത്താൻ കഴിയും. അതാണ് ഈ പ്രോസസ്സിൽ സംഭവിക്കുന്നത്. അത് ഇപ്പം അനൂപ് പറഞ്ഞ പോലെ തന്നെ പേഴ്സണലൈസിങ് സ്റ്റേജിലാണ് അത് സംഭവിക്കുന്നത്. പേഴ്സണലൈസിങ്ങിൽ അതല്ല അതിന് മുമ്പൊക്കെ സംഭവിക്കും, പക്ഷേ പേഴ്സണലൈസിങ് എന്ന് പറയുന്നത് കൃത്യമായും ഈ ഒരു സ്റ്റേജാണ്. ഓക്കെ, താങ്ക് യു സർ.